കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ മതവിഭാഗങ്ങളെ വ്രണപ്പെടുത്തണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ മാണി ജോസഫ് കക്ഷികളും ശ്രമിക്കുന്നു എന്ന വേദനാജനകമായ സംഭവമാണ് നമ്മുടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് കിടന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ നമ്മുടെ മുനമ്പം പ്രശ്നത്തിന്റെ പേരിൽ ശാശ്വത പരിഹാരത്തിന് വഖഫ് നിയമ ഭേദഗതിയിലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കേരളം മുഴുവൻ അംഗീകരിച്ചതാണ്. അതിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ക്രൈസ്തവ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ സത്യത്തിൽ. അതോടൊപ്പം നമുക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു, ഞാൻ വർഗീയത പറയുന്നു, അങ്ങനെ തെറ്റിദ്ധരിച്ചാലും ശരിയായിട്ട് അങ്ങനെ കണക്കാക്കിയാലും വിരോധമില്ല, വസ്തുതയായിട്ട് നിൽക്കണമല്ലോ. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗം ന്യായമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന സന്ദേശമാണ് LDF UDF എംപിമാർ ഇന്നലെ മിനിയാതുമായി പാർലമെന്റിലെ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തിന് അനുകൂലമല്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഓൾ ഇന്ത്യ ബിഷപ്പ് കോൺഫറൻസ് മാത്രമല്ല ദേശീയ നമ്മുടെ സംസ്ഥാന ബിഷപ്പ് കോൺഫറൻസും ആവശ്യപ്പെട്ടതാണ്. മുനമ്പ് ഇഷ്യൂവിന്റെ പേരിൽ തന്നെ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസ് എംപിമാർ ആരും സഹായിച്ചില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജോസഫും മാണിയും വഞ്ചിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാണിയും ജോസഫും രണ്ടുപേരും. അതിൽ ഒരാൾ നമ്മുടെ ഫ്രാൻസിസ് ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുനമ്പത്തി എന്ന അവിടുത്തെ വൈദികർക്കും ജനങ്ങൾക്കും 608 കുടുംബങ്ങളാണ്, അവർക്ക് ഉറപ്പ് കൊടുത്തു, ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ കാര്യം ഉന്നയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞ് പ്ലെയിനിൽ കയറി പോയ കക്ഷിയാണ് അവിടെ പോയി അവരെ സംരക്ഷിക്കാനുള്ള നമ്മുടെ വഖഫ് ഭേദഗതി നിയമത്തിന് എതിരായി വോട്ട് ചെയ്തത്. വേറൊരു മാന്യൻ ജോസ് കെ മാണി, അദ്ദേഹം ചെയ്തത് നമുക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ട് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പത്രപ്രവർത്തകർക്ക് അറിയാം, ഒരു ചെറിയ വകുപ്പിന് കൈപൊക്കിയെന്ന് കണ്ട് ഒരു വിലയില്ല. നിയമം ടോട്ടലായിട്ട് വരുമ്പം എതിർത്ത് കഴിഞ്ഞാൽ ആ അനുകൂലിച്ചതിനൊരു വിലയില്ല. ജോസ് കെ മാണി അതാ ചെയ്തത്. ഇവിടെ പാവപ്പെട്ട വൈദികരെ കളിപ്പിക്കാൻ പറ്റും, മെത്രാന്മാരും അല്ലെങ്കിൽ ബിഷപ്പുമാരെല്ലാം ഇപ്പോൾ നിയമസഭയിലും പാർലമെന്റിലും പോയി ഇരിക്കുന്നില്ലല്ലോ, അവിടുത്തെ നടപടിക്രമം എല്ലാം ഒന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ട് വേണേൽ അവരെ കളിപ്പിക്കാം. അവർ മെത്രാന്മാർ എന്നോട് ഇന്ന് ചോദിച്ചു, ഏതായാലും ജോസ് കെ മാണി ഏതായാലും മാണിയുടെ മകനായോണ്ടായിരിക്കും അത്രയും ചെയ്തല്ലോ എന്ന്. അയാളൊന്നും ചെയ്തില്ല നമുക്കറിയാം, അയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതായത് ഒരു നിയമത്തിന്റെ ഒരു അമെന്റ്മെന്റ് വരുമ്പം ഒരു സെക്ഷൻ വരുമ്പോൾ ഒന്ന് കൈപൊക്കിന്ന് വെച്ച് അവസാനം ടോട്ടലായിട്ട് വിളിക്കുമ്പോൾ അതിനകത്തില്ലേ ഔട്ടായി. ജോസ് കെ മാണി ചെയ്തത് എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം പറയുന്ന അതായത് ഇപ്പോൾ ജോസ് കെ മാണി ചെയ്തതിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളോട് തല്ലരുത്, ഒരു തന്നെ തല്ലരുതെന്ന് പറയുക, കൊള്ളാം അവൻ തല്ലരുതെന്ന് പറഞ്ഞല്ലോ വെച്ചാൽ അയാൾ പറഞ്ഞ വെടിവെച്ച് കൊല്ലുക, കുഴപ്പമുണ്ടോ? അതിന് തുല്യമാണ് ജോസ് കെ മാണി ചെയ്തത്.